നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ട്രാൻസ്ഫർ റൂമറുകളുണ്ടല്ലോ, അതിൽ പലതും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ റൗണ്ടപ്പിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് സാമു കോസ്റ്റ. കുറേ ആയല്ലോ കേൾക്കാൻ തുടങ്ങിയിട്ട്. സാമു കോസ്റ്റ ടു അൽ നസർ എന്നുള്ളത് കുറേ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജൂലൈ പകുതിയോടുകൂടിയൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. ഇതാ അവസാനം കാര്യങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന സൂചനകൾ ഫബ്രീസിയോ അടക്കമുള്ളവർ നൽകുന്നു. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് സാമു കോസ്റ്റ ടു അൽ നസർ എന്നുള്ളത് ഒഫീഷ്യലാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സാമു കോസ്റ്റ ടു അൽ നസർ സംഭവിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബർക്കോളയുടെ കാര്യം. ബർക്കോള PSG ഇനി തുടരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ലിവർപൂളിന് അദ്ദേഹത്തിൽ താല്പര്യമുണ്ടെന്നുള്ള വാർത്തകൾ കേട്ടിരുന്നു. ആ കാര്യവും ഇതാ അന്തിമഘട്ടങ്ങളിലേക്ക് കടക്കുന്നു. ഒഫീഷ്യൽ ബിഡ് സമർപ്പിച്ചു കഴിഞ്ഞു. ഫബ്രീസിയോ റൊമാനോ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് ഒഫീഷ്യൽ ക്ലബ് ടു ക്ലബ് ടോക്സ് ബിറ്റ്വീൻ ലിവർപൂൾ ആൻഡ് പാരീസ് സെന്റ് ജർമൻ ഫോർ ബ്രെഡ്ലി ബർക്കോള ഹാവ് സ്റ്റാർട്ടഡ്. സോ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലിവർപൂൾ FC 100 മില്യൺ യൂറോയുടെ ഒരു ബിഡാണ് ഇപ്പോൾ വെക്കുന്നത്. പക്ഷേ അതല്ല, PSG ഇപ്പോഴും അതിനേക്കാൾ ഉയർന്ന സംഖ്യയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർക്കോളക്കാണെങ്കിൽ ലിവർപൂളിലേക്ക് ചേക്കേറണമെന്ന ആഗ്രഹമാണ്. സോ മെയ് മാസം മുതൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സോ ഇപ്പോൾ ആ ഡീല് ഏതാണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോമോ ഇതാ ട്രെവർ ചലോബയെ എത്തിക്കുന്നു. ഹെർവിഗോയൊക്കെ ഫബ്രീസിയൊക്കെ വിളിച്ചു കഴിഞ്ഞ കാര്യമാണ്. ചെൽസിയിൽ നിന്ന് അദ്ദേഹം ഇതാ പൂർണ്ണമായിട്ടും കോമോയിലേക്ക് പോകുന്നു. ക്ലബ് ടു ക്ലബ് എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് 30 മില്യൺ ഫിക്സഡ് ഫീസും 6 മില്യൺ ആഡ് ഓൺസും അതുപോലെ തന്നെ സെല്ലോൺ ക്ലോസും ഉണ്ടായിരിക്കും എന്നാണിപ്പോൾ ലഭ്യമാവുന്ന വിവരം. ചലബ ഇറ്റലിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് UCL ഫുട്ബോൾ കളിക്കണം. അദ്ദേഹം അതിന് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ആ ഡീൽ അവിടെ നടക്കുന്നു. ഇനി നമുക്ക് PSG കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് മിക്ക ഗോഡ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അയാക്സിൽ നിന്ന് അതിനായിട്ടുള്ള നീക്കങ്ങൾ അവർ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ആ കാര്യത്തിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. പിന്നെ ടോട്ടൻഹാം ഹോട്ട്സ്പർ കോഡി ഗാക്പോയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ ഒരു കീ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഗാക്പോ ഓപ്ഷൻ ഇൻ അഡീഷൻ ടു സാവിഞ്ഞോ. അപ്പം സാവിഞ്ഞോയെ ഏതായാലും അവർ ടോപ്പ് ടാർഗറ്റാക്കി വെച്ചിരിക്കുകയാണ്. കൂടാതെ ഗാക്പോയെ തന്നെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. സോ ലിവർപൂളിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്തായിരിക്കും, താരത്തെ വിൽക്കാൻ റെഡിയാകുമോ ഇല്ലയോ എന്നതനുസരിച്ചായിരിക്കും അത് സംഭവിക്കും. പിന്നെ കുറേ സുഹൃത്തുക്കൾ കുറേ കാലമായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, എന്തായി ക്യൂട്ടി റൊമേറയുടെ കാര്യമെന്ന്. ക്യൂട്ടി റൊമേറയുടെ കാര്യത്തിൽ താല്പര്യമുള്ള ക്ലബ്ബ് ഇന്റർ മിലാനാണ്. ഇന്റർ മിലാൻ ഇപ്പോൾ അതിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നുകൂടി ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്റർ ഒരു ഫൈനൽ ഡിസിഷൻ ക്യൂട്ടി റൊമേറയുടെ കാര്യത്തിൽ അധികം വൈകാതെ തന്നെ എടുക്കും. എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ, അതായത് സ്പേഴ്സുമായിട്ട് എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല. അതേസമയം റൊമേറോ ഇപ്പോൾ ടോട്ടൻഹാമിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന സെയിം സാലറിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇനി ഒരു ചെറിയ തീരുമാനമാവാനുള്ള വിഷയമുള്ളത്. ഇന്റർ അധികം വൈകാതെ തന്നെ തീരുമാനമെടുക്കും. മറ്റ് ക്ലബ്ബുകളും അർജന്റീൻ സൂപ്പർ താരത്തിനായിട്ട് ഇൻട്രസ്റ്റോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടുന്ന കാര്യം ഉറപ്പാണ്. ഇന്ററിൻ്റെ തീരുമാനം അധികം വൈകാതെ വരും. PSG സിയോൺ സുസുക്കിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. 33 മില്യൺ യൂറോയാണ് അവർ പാക്കേജായിട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളൊരു വാർത്തയാണിത്. നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സുസുക്കിയും ഈ ഒരു മൂവിന് റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എന്തായാലും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത ജാവോ മരിയയുടെ കാര്യമാണ്. അദ്ദേഹം ഇതാ ഫെറന്റിനയിലേക്ക് ജോയിൻ ചെയ്യുന്നു. പുതിയൊരു ഫുൾ ബാക്ക് പോർച്ചുഗീസ് താരം അങ്ങോട്ടേക്ക് എത്തുന്നു. 1 മില്യൺ ലോൺ ഫീ ആൻഡ് പ്ലസ് 9 മില്യൺ ബൈയിങ് ഓപ്ഷൻ ക്ലോസ് കൂടി വെച്ചുകൊണ്ടാണ് യുവൻറ്റസിൽ നിന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും അങ്ങനെ നിരവധി താരങ്ങളുടെ മൂവ്മെൻറ്റുകൾ നടക്കുന്ന ഒരു രാത്രിയാണ് ഇത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.